എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ നൽകിയ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഈ ഒരു ചെറിയ ഒരു പുഞ്ചിരിയോടൊക്കെയാണ് മിക്കവാറും പല മെസ്സേജുകളും പറയുന്നത്. അതിവിടെയും ചിലപ്പോൾ ചർച്ചിൽ മെസ്സേജ് പറയുമ്പോഴും ഞാനിങ്ങനെ ചെറിയൊരു പുഞ്ചിരിയോടാണ് പറയുന്നത്. അത് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ ആരെയും പരിഹസിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല കേട്ടോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇതെൻ്റെ ഒരു രീതിയാണ്. കുഞ്ഞുനാളിലെ ഞാനിങ്ങനെ ചെയ്തു വന്ന ഒരു രീതിയായിട്ട് അങ്ങനെ തുടരുന്നതേ ഉള്ളൂ. അത് ചിലരൊക്കെ അങ്ങനെ കമൻറ്റ് ചെയ്യുകയും പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതൊക്കെ പറഞ്ഞ് ചില ആരോപണങ്ങൾ പറയുകയുണ്ടായി. അങ്ങനല്ല കേട്ടോ. ഒരിക്കലും ഒരു ആത്മീയ ശുശ്രൂഷ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാൻ പരിശുദ്ധാത്മാവിനെ പറ്റിയൊക്കെ ശുശ്രൂഷ പറയുമ്പോൾ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് എനിക്ക് ഒരിക്കലും ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരിക്കലും മാച്ചാവുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഞാൻ ചില കഥകളോ അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങളോ ഒക്കെ പറയുന്നതും അതൊരു തുടക്കത്തിന് വേണ്ടിയും അല്ലെ ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങളുടെ ചിന്തയെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അത് ഒരിക്കലും ആരെയും ഇകഴ്ത്തി കാണിക്കാനോ അപമാനിക്കാനോ വേണ്ടിയൊന്നുമല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആത്മീയ ശുശ്രൂഷകൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഉദാഹരണങ്ങളൊക്കെ വീണ്ടും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ചില ചിന്തകളിലൊക്കെ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നത്. ചില സംഭവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ചില ചിന്തകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നും അതുപോലൊക്കെ ഒരു ചെറിയ കാര്യം പറയാം. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കേരളത്തിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വീട്ടിൽ ചില അമേരിക്കൻ വിദേശയിൽ നിന്ന് വന്ന ചില സഹോദരങ്ങളെ, വിശ്വാസികളായവരെ കാണുവാന്, പരിചയപ്പെടുവാന്, പരിചയം പുതുക്കുവാനൊക്കെ ഇടയായി. അതില് 3-4 കുടുംബങ്ങളെ പരിചയപ്പെട്ടു. അതിൽ ഒരു യുവതിയായിട്ടുള്ള ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. അപ്പൊ ആ മോളോടും സംസാരിക്കുകയും അവരുടെ വിവാഹ ജീവിതത്തെ പറ്റിയും ഫ്യൂച്ചർ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ പറ്റിയുള്ള ചിന്തകളും അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഞങ്ങൾ പറയുകയുണ്ടായി. പക്ഷെ ആ ദിവസം കൂടുതലായിട്ട് എല്ലാവരും 4-5 കുടുംബത്തിലെ ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരെയോട് സംസാരിച്ച് കൂടുതലായിട്ട് ആ മോളോട് ഫോക്കസ് ചെയ്ത് സംസാരിക്കുവാൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ ഭവനത്തിൽ പോയതിനു ശേഷം എൻ്റെ മനസ്സിൽ ഒരു ഭാരം വന്നു. ഈ മോളോട് കൂടുതൽ കാര്യങ്ങൾ പറയണം എന്നുള്ളൊരു ചിന്ത, ഒരു ആത്മഭാരം എന്നോട് എൻ്റെ മനസ്സിൽ വരികയും, കാരണം ആ കുട്ടി ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ആ പോയിന്റിൽ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചില പ്രകാശനം ലഭിക്കുകയും ആ കുഞ്ഞിനോട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ തന്നെ ഒരു ഗൈഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ആ ഭവനത്തിൽ പോയി. ആ ഭവനത്തിൽ പോകുമ്പോൾ അവർ പലയിടത്തും വിസിറ്റിനൊക്കെ പോകുമല്ലോ. എനിക്കും പല സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ സമയം അങ്ങനെ ചേർന്ന് വരുന്നില്ല. അങ്ങനെ 3-4 പ്രാവശ്യം ഞാൻ ആ ഭവനത്തിൽ പോവുകയും ആ മോളെ എനിക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയുമായി. അപ്പോൾ ഞാനിങ്ങനെ ആവർത്തിച്ച് ഒരു വീട്ടിൽ പോകുന്നതും തെറ്റാണ്. എനിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അങ്ങനെ പോകാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് അമേരിക്കൻ കുടുംബങ്ങൾക്കൊന്നും ഇത് അവരുടെ പെർമിഷൻ ഇല്ലാതെ അവിടെ ചെല്ലുന്നത് അവരുടെ കൾച്ചർ അനുസരിച്ച് അവർക്കും ഇഷ്ടമാവാൻ കഴിയില്ല. കാരണം ഇവരൊക്കെ 10, 30, 40 വർഷങ്ങളോളമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്ന പിതാക്കന്മാരും മാതാവും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഫൈനലി അവർ പറഞ്ഞ സമയമൊക്കെ ക്രമീകരിച്ച് അടുത്തൊരു ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യുവാനും, അങ്ങനെ ഇവരിൽ 2-3 കുടുംബങ്ങളൊക്കെ ആയിട്ട് ആ കുഞ്ഞുമായിട്ട് കൂടുതൽ സംസാരിക്കുവാനൊക്കെ, കുടുംബജീവിതത്തെ പറ്റിയും ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയും ആത്മീയ കാര്യങ്ങളെ പറ്റിയും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനവും അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ പരിശുദ്ധാത്മാവിനെ ഈൽഡ് ചെയ്ത് കൊടുക്കണം, കർത്താവ് നമ്മളെ നടത്തുന്നതും അല്ലെ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ രീതിയിൽ നമുക്ക് കുടുംബജീവിതം മനോഹരമാക്കുവാനും നമ്മുടെ ജീവിതം ക്രമീകരിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് ആ രീതിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഉള്ള, ഭയമുള്ള, ദൈവഭയമുള്ള ഒരു യുവാവിനെ തന്നെ സഹോദരിക്ക് ഭർത്താവായി ലഭിക്കും എന്നൊക്കെയുള്ള അനേക കാര്യങ്ങൾ പറയുവാൻ ഇടയായി.
അപ്പോൾ എന്നിട്ട് അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു വളരെ സന്തോഷത്തോടെ. എന്നാൽ പിരിയാൻ തുടങ്ങിയപ്പോൾ ആ പിതാക്കന്മാർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഡിബി നീ ഇത്രയോ ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, കാരണം ഞങ്ങൾ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനെന്നപ്പോൾ തിടുക്കത്തിൽ അവർക്കും ബുദ്ധിമുട്ടാവില്ലല്ലോ എന്ന് കരുതി തിടുക്കത്തിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഡിബി നീ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞ് ഞാൻ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പിരിയുവാൻ ഇടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഹൃദയത്തിന്റെ വലിയൊരു ഒരു ഒരു ഭാരമാണ് നമുക്ക് തരുന്നത്. നമുക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ ചില ശുശ്രൂഷകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾക്കത് ചെയ്യാതിരിക്കുവാൻ കഴിയില്ല. നമ്മൾ ചിലപ്പോൾ അപമാനമാണ്, എനിക്കത് അപമാനമാണ് ഒരു വീട്ടിൽ പോയി വീണ്ടും വീണ്ടും കോളിംഗ് ബെൽ അടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. പക്ഷെ അതൊരു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ്, ഭാരമാണ്. നമ്മൾ കാണുന്ന 1 കൊരിന്ത്യർ 9:16 കാണുന്ന എന്താ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ഭാരം, ഒരു പ്രേരണ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴുണ്ടല്ലോ, ഈ നിർബന്ധം നമ്മളെ ഭരിക്കും. നീ അത് ചെയ്യണം, പറയണം. കാരണം ഈ കുഞ്ഞിനെ എന്നെ ഭരിച്ച ഒരു പ്രധാന ഒരു കാര്യം, ഈ കുഞ്ഞിനെ ഇനിയും എൻ്റെ ജീവിതത്തിൽ കാണുമെന്ന് എനിക്ക് ഒരു ചിന്തയില്ല. കാരണം അവര് ഇങ്ങനെയുള്ള യുവാക്കളായിട്ടുള്ള ആൾക്കാരൊന്നും കേരളത്തിലേക്ക് അങ്ങനെ വരുന്നത് പതിവല്ല, അമേരിക്കക്കാരൊന്നും. ഇതൊരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി അവർ വന്നതാണ്. അപ്പോൾ ഇനിയും ഒരു പക്ഷേ ഞാൻ നാട്ടിലുള്ളപ്പോൾ ഇനി ഈ കുഞ്ഞ് വരണമെന്നില്ല. ഇനി അവർ വന്നാലും ഞാൻ ആ സമയത്ത് ചിലപ്പം ഒരുപക്ഷെ നാട്ടിൽ കാണണമെന്നില്ല. പിന്നെ നമുക്കൊക്കെ എത്ര കാലം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ ഭാരം എന്നെ അധികമായിട്ട് നിർബന്ധിക്കുകയും ആ കുഞ്ഞിനോട് ആ ദൗത്യം പരിശുദ്ധാത്മാവ് തന്ന ആ ഭാരം പോയി സംസാരിക്കുവാനും ഇടയായി. ഞാൻ ഈ ഉദാഹരണം പറയാൻ കാരണം, എന്നോട് പലരും ഈ സോഷ്യൽ മീഡിയയിൽ കമന്റും നമ്മളെ അപമാനിക്കുന്ന രീതിയിലും മോശമായ ഭാഷ പറയുന്ന രീതിയിലും ഒക്കെ അനേകര് ദുരിതോപദേശം പറയുന്നു, ഇവൻ വചനം പഠിച്ചിട്ടില്ലാത്തവനാണ്, മറ്റുള്ളവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ അനേക കമന്റുകൾ ഈ ദിവസങ്ങൾ ദൈവമക്കളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്നല്ല കേട്ടോ, ദൈവമക്കളിൽ നിന്നും നമ്മുടെ പരിചയമുള്ളവരിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർ പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് പരിചയമുള്ളവർക്ക് ചോദിക്കും, ഡിബി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ വെറുതെ ഇരിക്കുന്ന എന്തോ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന നമ്മുടെ സുഹൃത്തുക്കളും ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ 9:16 പറഞ്ഞു കേട്ടോ. 1 കൊരിന്ത്യർ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണ വരുമ്പോൾ കേട്ടോ, നമ്മൾക്ക് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ ഇതൊക്കെ എന്ത് പറഞ്ഞാലും കേട്ടോ, നിങ്ങൾ ഇതിനപ്പുറത്തെ പറഞ്ഞാലും എന്നിലുള്ള ആ നിർബന്ധം ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഉണ്ടല്ലോ, ആ ഫയർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കെടുത്താൻ കഴിയില്ല. കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെ ശ്രദ്ധിച്ചോ കേട്ടിട്ടോ ഒന്നുമല്ല ഞാൻ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അതിന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് 1 യോഹന്നാൻ 4:4 വാക്യമുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആത്മാവിന്റെ ഒരു പ്രേരണ ലഭിച്ചവരെ നിങ്ങൾക്ക് എങ്ങനെ തളർത്തുവാൻ കഴിയുമെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ദൈവം എന്നെ അനേക വിധത്തിൽ ഈ അനേക നാളുകളിൽ നടത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ നമ്മൾ പറയത്തില്ല, തീയിൽ കൂടെ കടന്നു പോയവർക്കൊന്നും വെയിൽ കണ്ടാൽ വാടത്തില്ലെന്നങ്ങ്. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും കണ്ടാൽ പതറിപ്പോകുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ഡിബി എന്നുള്ള പ്രിയ സൗരങ്ങളെ നിങ്ങൾ മനസ്സിൽ ആക്കിക്കോണം. നമുക്ക് അറിയാം, ഞാൻ ഈ ഒരു 10-25 വർഷം ജോലിയും വേലയും തിരക്കും കാര്യങ്ങളും 10-14 മണിക്കൂറൊക്കെ ഞാൻ എൻ്റെ കുടുംബകാര്യം പോലും സമയത്ത് നോക്കാതെ ജോലി ചെയ്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് വളരെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ചെയ്ത് നല്ല സ്ഥാനങ്ങളൊക്കെ വഹിക്കുവാനൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാനമാനങ്ങളും ഒന്നും എന്നെ ആകർഷിക്കത്തില്ല, പ്രശസ്തി ഒന്നും എന്നെ ആകർഷിക്കത്തില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ ചില ആൾക്കാർക്കറിയാം, ഒരു ചാരിറ്റി എന്തുവാ സംഘടനയിൽ നിന്ന് അവരുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ നിന്നൊന്ന് റിസൈൻ ചെയ്ത് എന്നെ ഒന്ന് റിലീസാക്കാൻ വേണ്ടി 4 മാസം ഞാൻ അവരുടെ കാല് പിടിച്ചിട്ടാണ് എന്നെ അതിൽ നിന്നൊന്ന് ഒഴിവാക്കി തന്നെ. വേറൊരു ചാരിറ്റി സംഘടന അവരോട് കാലും കൈയും പിടിച്ചിട്ടാണ് അവരിൽ നിന്നൊന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ. ഇപ്പോഴും ഞാൻ ഈ 2 സംഘടനയിലും ആൾക്കാർ എന്നെ വെച്ചിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ സ്ഥാനങ്ങൾ മാറാൻ എനിക്ക് വേണ്ട എന്നൊന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ എന്തോ പാടാണെന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലൊക്കെ തന്നെ എന്താണ് ചില ക്രിസ്ത്യൻ യൂത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ ചില സ്ഥാനങ്ങൾ എടുക്കാത്തതുകൊണ്ട് എന്നോട് 10-27 വർഷവും എൻ്റെ കൂട്ടുകാരായിട്ടുള്ളവർക്കൊക്കെ എന്നോട് പരിഭവമുണ്ട്, ഞാൻ അവരുടെ ചില സംഘടനകളുടെ സ്ഥാനങ്ങൾ എടുക്കാത്തതുകൊണ്ട്. കാരണം ഞാൻ ഇതൊക്കെ ചെറുപ്പകാലം മുതലേ എൻ്റെ പ്രിയ
പ്രിയപ്പെട്ടവരെ കണ്ടതാണ്. 13, 14, 15 വയസ്സുള്ളപ്പോൾ സഭയിലെ യൂത്ത് മീറ്റിങ്ങിന്റെയും ഉത്തരവാദിത്തങ്ങളും, കോളേജിൽ പോയപ്പോൾ അവിടുത്തെ ആത്മീയ സംഘടനകളുടെ ഉത്തരവാദിത്തങ്ങളും, മിലിറ്ററി സ്റ്റുഡന്റ് വിങ്ങിന്റെ ലീഡറായിട്ടൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് എൻ്റെ ജോലിയിലും ലീഡർഷിപ്പും മാനേജർ പൊസിഷനും അങ്ങനെയൊക്കെയുള്ള പല പൊസിഷൻസും ലോക മനുഷ്യരെയും ഒക്കെ ഒരുപാട് കണ്ട് ഈ സ്ഥാനങ്ങളും മാനങ്ങളും ഇതിൻ്റെയൊക്കെ അർത്ഥവും ഡെപ്തും വലിപ്പവും ഒക്കെ എനിക്കറിയാം. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഒന്നും വലിയ കാര്യമല്ല. ഞാൻ ഈ മെസ്സേജ് ചെയ്യുന്നത് എനിക്കെന്തെങ്കിലും പ്രശസ്തിക്കോ എനിക്കെന്തെങ്കിലും പ്രേരണ കിട്ടാനോ അങ്ങനെയൊക്കെ ഈ ആത്മീയമായിട്ട് ചിലർക്ക് ചില സമയങ്ങളൊക്കെ ഫ്രീ ആയിട്ടുള്ളവർക്ക് ചില അങ്ങനെയൊക്കെ ചെയ്ത് സ്ഥാനമാനങ്ങളും പ്രശസ്തിയൊക്കെ ലഭിക്കണമെന്ന് സ്വാഭാവികമായിട്ട് ചിലർക്ക് തോന്നും. ആ ഒരു ചിന്ത വെച്ചിട്ട് ആൾക്കാർ എന്നെ വിലയിരുത്തുന്നത്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ അങ്ങനെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. എനിക്ക് സ്ഥാനവും വേണ്ട, മാനവും വേണ്ട, നിങ്ങളുടെ പണവും വേണ്ട, നിങ്ങളുടെ പ്രശസ്തിയും വേണ്ട, ഒന്നും വേണ്ട. ഇത് ദൈവാത്മാവ് വരവേൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ ആ കാര്യങ്ങളെ കണ്ടാൽ നല്ലതായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചിലർ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഏറ്റവും അവസാനമായിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞ ചില മെസ്സേജുകൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതേ കാര്യങ്ങൾ എൻ്റെ 15 വയസ്സുള്ള മോളോടൊക്കെ പറഞ്ഞപ്പോൾ മോൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. അത് ദൈവത്തിന്റെ വചനം വെച്ച് ക്ലിയറായിട്ട് പറഞ്ഞപ്പോൾ അവൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. നിങ്ങൾ വിചാരിക്കേണ്ട പിതാവ് പറഞ്ഞുകൊണ്ട് മോൾക്ക് മനസ്സിലായി. എൻ്റെ മോൾ അങ്ങനത്തെ മോളല്ല. ഞങ്ങൾ അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ചിന്തിക്കാനും പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യത്തോടാണ് കുഞ്ഞുങ്ങൾ വളർത്തുന്നത്. എൻ്റെ മോൾ അങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്തിനേലും ഞാൻ പറഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് ലീനിയന്റ് ആയിട്ട് അവള് ഫാക്ട്സും കാര്യങ്ങളും ലോജിക്കും ഒക്കെ മനസ്സിലാക്കിയിട്ടേ എന്റെ കുഞ്ഞ് അത് സമ്മതിക്കത്തുള്ളൂ. അപ്പൊ അവർക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 10, 50, 60 വർഷം വചനം പഠിച്ച എന്നെ ഈ വിമർശിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ല, കൺഫ്യൂഷൻ ആകുന്നു ഒക്കെ പറയുന്നു. ശുശ്രൂഷന്മാരുണ്ട്, ആ കൂട്ടത്തിൽ ഇവാഞ്ചലിസ്റ്റുമാരുണ്ട്. അവർക്കൊക്കെ ഇത് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് എനിക്കും അതിശയപ്പെട്ടു പോവുകയാണ്. നിങ്ങൾ ഇതുപോലൊക്കെ തന്നെ ഞാൻ ചിലർ പറഞ്ഞു, നീ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വിമർശിക്കുന്നു. വിമർശനം മാത്രമല്ല പ്രിയ സഹോദരൻ, ഞാൻ നേരത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഹൗ ടു വാക്ക് ഇൻ സ്പിരിറ്റ്, നിങ്ങളുടെ പ്രാക്ടിക്കൽ ജീവിതം നിങ്ങൾക്ക് എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വാധീനത്തിൽ കൊണ്ടുപോകാം എന്നുള്ളതിന് ഞാനൊരു ചെറിയ മെസ്സേജ് എൻ്റെ അറിവനുസരിച്ച് ഞാൻ ഈ ആത്മീയ ശുശ്രൂഷയിലൊക്കെ ഇച്ചിരി സീരിയസ് ആയിട്ട് വന്നിട്ട് 2 വർഷമേ ആയുള്ളൂ കേട്ടോ. അതിനു മുമ്പ് ജോലി തിരക്കും കാര്യങ്ങളും ലോക മനുഷ്യനായിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും. ഞാനൊരു ലോക മനുഷ്യനായിട്ട് ശീതോഷ്ണവാനായിട്ട് അനേക വർഷങ്ങൾ നടന്നവനാണ്. നിങ്ങൾ എൻ്റെ പാസ്റ്റ് ഒന്നും വെച്ചിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തണ്ട. ഞാൻ അങ്ങനെ തന്നെ നടന്ന, ഞാൻ തന്നെ പറയാം, എനിക്ക് ലോക മനുഷ്യനായിട്ട് തന്നെ നടന്നവനാണ് ഞാൻ. ലോകത്തിന്റെ സന്തോഷവും ജഡത്തിന്റെ സന്തോഷമായിട്ടൊക്കെ നടന്ന, അതുകൊണ്ട് ആ രീതിയിലൊന്നും എന്നെ വിലയിരുത്തും. ഞാൻ 2 വർഷമേ ആയുള്ളൂ ചില ആത്മീയ ശുശ്രൂഷകൾ സീരിയസ് ആയിട്ട് ചെയ്തിട്ട്. ഞാൻ നേരത്തെ ഈ തിരക്കും കാര്യങ്ങളുമായിട്ട് തുടങ്ങുമ്പോൾ ചില സഹോദരങ്ങളും മൂപ്പന്മാരും ഒക്കെ എന്നോട് വചന ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയ്യ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് ഈ വചന ശുശ്രൂഷ ചെയ്ത് ലീഡർഷിപ്പ് എടുക്കുക ആള് കളിക്കാനൊന്നും താല്പര്യമില്ല. എന്നാൽ ഇപ്പോൾ ഈ 2 വർഷമായിട്ട് എനിക്ക് ദൈവാത്മാവ് ചില പ്രേരണ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. മനസ്സിലായോ? അത് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം റോമാലേഖനം 10:17 എന്താ കാണുന്നത്? വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു കേട്ടോ. അപ്പോൾ അത് വലിയൊരു മർമ്മമാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് പറഞ്ഞു തന്നിട്ടില്ല ആൾക്കാർ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇത് യു ഷുഡ് വാക്ക് ഇൻ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, സ്വാധീനത്തിൽ, നിയന്ത്രണത്തിൽ നടക്കണം എന്ന് എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. ഞാനിത് എൻ്റെ പിതാക്കന്മാരോടൊക്കെ, എൻ്റെ മാതൃസഭയിലുള്ള പിതാക്കന്മാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നെ വിമർശിക്കുന്നവരോടൊക്കെ കേട്ടോ, അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നവരോടല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടല്ല, വലിയ നല്ല വചനപാണ്ഡിത്യമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അവർ അംഗീകരിച്ചിട്ടുണ്ട്, എന്നോട് നേരിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. We fail to study about Holy Spirit and we fail to teach about Holy Spirit's influence in the believer's life എന്ന പ്രശസ്തരായ പലരും എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങളോട് പേരൊന്നും പറയുവാൻ എന്നെ നിർബന്ധിക്കില്ല, എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ഇത് ഹൗ ടു വാക്ക് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് എൻ്റെ 2 വർഷത്തോളം ആറായ ഒരു മെസ്സേജ് അന്നത്തെ ഒരു പ്രകാശനത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഇതിനകത്ത് ഇടാം. ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് വിമർശിക്കുന്നവർ ആ മെസ്സേജ് ഹൃദയപൂർവ്വം ഇത് കേൾക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. ഇത് നിങ്ങളൊരു വിമർശന ബുദ്ധിയോട് നിങ്ങളുടെ ചില സഭാ താല്പര്യങ്ങളെ, നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളെ ഒക്കെ എന്തെങ്കിലുമൊക്കെ സംരക്ഷിക്കാനും അതിനെ എതിർക്കുവാനും ഒക്കെ അതിൻ്റെ ചെറിയ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഞാൻ ഈ സ്പീഡിൽ പറയുമ്പോൾ വാക്കും അക്ഷരവും ചിലപ്പോൾ ആ നമ്പറുകളൊക്കെ തെറ്റും കേട്ടോ.
തിരക്കിൽ നമുക്ക് ചില ലിമിറ്റഡ് ടൈമിലാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അപ്പൊ ചില ചെറിയ തെറ്റുകളൊക്കെ ക്ലറിക്കൽ മിസ്റ്റേക്സ് ഒക്കെ വരാൻ സാധിക്കും. അതേ കയറി പിടിക്കാതെ ആ മെസ്സേജിന്റെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ അതിനകത്ത് ആത്മീയമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ ഹൃദയപൂർവ്വം ആഗ്രഹത്തോടെ നിങ്ങളത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വിമർശിച്ച് അതിനകത്ത് അക്ഷരത്തെറ്റും അല്ലെങ്കിൽ എണ്ണത്തിന്റെ തെറ്റും ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഇരിക്കത്തേ ഉള്ളൂ, നിങ്ങൾക്ക് ഗുണം ചെയ്തില്ല. ഞാനിത് പറയാൻ കാര്യം ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. എന്നെ കഴിഞ്ഞ അനേക മാസങ്ങൾ വർഷത്തിൽ കൂടുതലായിട്ട് എന്നെ വിമർശിച്ചുകൊണ്ടിരുന്ന എൻ്റെ മാതൃസഭയിൽ അതേ വിശ്വാസമുള്ള ഒരു വിശ്വാസി ഉണ്ടല്ലോ, കഴിഞ്ഞ 3 മാസം വരെ എന്നെ വിമർശിച്ച ആളാ. എന്നാൽ കഴിഞ്ഞ മെസ്സേജിന് അദ്ദേഹം വളരെ ഈ മെസ്സേജ് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ് എന്നോട് പറയുകയും എന്നെ അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് വിമർശിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹം ബേസിക്കലി വേണം, ആത്മീയനായിട്ട് ആത്മീയ സന്തോഷത്തോടെ ഞാൻ എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിൽ നടക്കാം, ജീവിക്കാം, വലിയ ആത്മീയ സന്തോഷത്തിൽ ജീവിക്കാമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാറും. അല്ല നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരുന്നാൽ മാറത്തില്ല കേട്ടോ, അല്ല അത് ആ മാറ്റം വരത്തില്ല. അങ്ങനെ ഈ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് നിങ്ങളുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതായത് ഞാൻ നിങ്ങളെ ഇതൊന്ന് മാറ്റുവാൻ വേണ്ടി അല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് മാറും എന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഞാനിത് പറഞ്ഞു പോകുന്നത് എനിക്ക് നാളെ അവസരമുണ്ടോ, ഈ പറയുന്ന ആരോഗ്യമുണ്ടോ, കാലമുണ്ടോ എന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, ആത്മപ്രേരണ വരുന്ന കാര്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടാൽ മതി, ചെറിയ കേട്ടാൽ മതി. ഞാൻ പറയുന്നതിൻ്റെ കേൾക്കണമെന്നില്ല. കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണമെന്നില്ല. ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ ഒരുപാട് ദൈവവചനമുണ്ട്. അതൊക്കെ നല്ല വചനങ്ങൾ നിങ്ങൾ എന്നും കേട്ടോണ്ടിരിക്കുന്നവരിൽ മാത്രമല്ല, അതൊന്ന് മാറി ചിന്തിച്ച് പുതിയ ചില ശുശ്രൂഷന്മാരിൽ നിന്നൊക്കെ കേൾക്കണം. അപ്പോൾ ചിലപ്പോൾ പുതിയ പുതിയ ചിന്തകൾ, അനുഗ്രഹങ്ങൾ വരും. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞു തരാൻ നന്നായിട്ട് ആൾക്കാരില്ലായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ അവസാന സമയങ്ങളിലൊക്കെ കേട്ട് എനിക്കിതൊരു ആത്മീയ സന്തോഷത്തോടെ പോവാൻ കഴിയുന്നത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞ ഡോക്ടറായിട്ടുള്ള കുഞ്ഞിനോട് അപമാനം സഹിച്ചാണെങ്കിലും വീണ്ടും പോയി പറയാൻ കാര്യം പിന്നെ അവസരം ലഭിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ്. അതുകൊണ്ട് ഞാനിത് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിങ്ങനെ പല കാര്യങ്ങളും തിയോളജിയും തിയറിയും ഒക്കെ പറഞ്ഞ് പഠിച്ചൊക്കെ നടന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരം, ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞാലും വിമർശിച്ചാലും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക്സ്. നിങ്ങൾ എന്നെ വിമർശിക്കുന്നതിന് എനിക്ക് ഒരു പണക്കവും പരാതിയില്ല. നിങ്ങൾ എന്തുകൂടെ പറഞ്ഞോ, അതുകൊണ്ട് ഒരു വിഷമവും ഇല്ല നിങ്ങൾ എന്നെ. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലൊന്നും വിഷമിക്കണ്ട. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്നെങ്കിലും ഈ മാറ്റം ഉണ്ടാകുവാൻ വലിയ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുവാൻ, എനിക്കൊരു ആത്മീയ സന്തോഷത്തോടെ ജീവിക്കണം, എൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് മാറി കുറച്ച് ആത്മീയ സന്തോഷത്തോടെ ജീവിക്കണം ആഗ്രഹമുള്ളവർ മാത്രം ആ രീതിയിൽ ചിന്തിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഇതിനെ രണ്ടായിട്ട് എടുക്കണം. ഇപ്പൊ ചിലർ വിചാരിക്കും ഞാൻ ഓൾറെഡി ആത്മീയ സന്തോഷത്തോടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഉള്ള മെസ്സേജ് അല്ല ഇത്. മനസ്സിലായോ? അവർ വിചാരിക്കും ഇവരെന്തിനാ, ഞാൻ ഓൾറെഡി ആത്മീയ സന്തോഷത്തോടെ ജീവിക്കുന്നത്, എന്നെ പിന്നെയും എന്തിനാ കുറ്റം പറഞ്ഞുകൊണ്ട് വരും. അല്ല, അങ്ങനെയുള്ളവർക്കല്ല, അല്ലാത്തവർക്ക് വേണ്ടിയുള്ള മെസ്സേജാണ് കേട്ടോ. ഇത് 100 പേര് കേട്ടോ, അങ്ങനെയുള്ള 5 പേർക്കെങ്കിലും ഗുണം ചെയ്യുമായിരിക്കും. അതുകൊണ്ട് എൻ്റെ വാക്കുകളോട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ വലിയവനായ ദൈവം ഈ രീതിയിൽ നടത്തട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ. എന്നെ വിമർശിക്കുന്നവർക്കും നെഗറ്റീവായിട്ട് പറയുന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് വലിയൊരു നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ.